എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇവിടെ അടിപിടി ബഹളമാണ് കേട്ടോ. തല്ലുപിടുത്തല്ലാണ് ഉദ്ദേശിക്കുന്നത്. ഭയങ്കര ശബ്ദമാണ് കേട്ടോ. കാത്തു വെച്ചിട്ട് ഭയങ്കര ശബ്ദമാണ്. ഞാനതൊന്ന് കുറക്കട്ടെ കേട്ടോ. കാത്തു. അപ്പം നട്ടുച്ച സമയമാണ് കേട്ടോ. നട്ടുച്ചാന്ന് പറഞ്ഞാൽ നമ്മൾ ചോറിനാൻ പോവാണ്. 1-1.5 മണിയായിട്ടുണ്ട്. തുമ്പിക്ക് എപ്പോഴും എൻ്റെ സ്റ്റാൻഡ് ഇങ്ങനെ കൊണ്ടുനടക്കലാണ് ഏറ്റവും വലിയൊരു ഹോബി എന്ന് പറയുന്നത്. അപ്പം ഞാനും തുമ്പി മാത്രമേ ഉള്ളൂ ഇന്നിവിടെ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സുക്രുമണി എൻ്റെ വീട്ടിലാണ് കേട്ടോ. ഇന്നലെ വൈകുന്നേരം ഞാൻ തുമ്പിനെ കൊണ്ടുവരാൻ പോയതാണ്. അപ്പോൾ സുക്രുവിനെ അവിടെ നിൽക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ നിർത്തി പോകുന്നു. അപ്പോൾ എന്തിട്ടാണ് ഞാനില്ലേ മീൻകറി ഉണ്ടായിരുന്നു, അത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അതൊന്ന് ചൂടാക്കാനായിട്ട് എടുത്തു വെച്ചു. അതിന് ശേഷം എന്തിട്ടാ മീനൊന്ന് വറുക്കാനായിട്ട് ഇട്ടിട്ടുണ്ട്. ചോറ് നിന്നിട്ടില്ല. ഞങ്ങൾ രണ്ടുപേരും ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോൾ, അതായത് ഞാനും തുമ്പി ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോൾ കുറച്ച് നേരം വൈകി. അപ്പോൾ അതുകൊണ്ട് ഇത്തിരി നേരം വൈകിട്ടാണ് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചത്. തുമ്പിക്കുട്ടി ഒന്നാമത് ഉറങ്ങി ഇപ്പം എണീറ്റിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. എന്തിട്ടാണ് അങ്ങനെ ഒരു സുഖമില്ലാത്ത കാലാവസ്ഥയാണ് കേട്ടോ. നിങ്ങൾക്ക് ചൂടുണ്ടോ? ഒരു രക്ഷയില്ല. പ്രത്യേകിച്ച് ഞങ്ങളുടെ റൂമിൽ എനിക്ക് തോന്നുന്നു കുറച്ച് ചൂട് കുറവാണ്. റൂം വിട്ട് പുറത്തേക്ക് വരാനായിട്ട് പറ്റാത്തൊരവസ്ഥയാണ്. അമ്മാതിരി ചൂടാണ്. നമുക്ക് AC എപ്പോഴും ഇടാൻ പറ്റില്ലല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ വിയർത്തിങ്ങനെ ഒഴുകാണ്. കുളിച്ചാലും രക്ഷയില്ല. നമ്മളൊരു എല്ലാപ്പോഴും കുളിക്കേണ്ടി വരും. 24 മണിക്കൂറും കുളിക്കേണ്ടി വരും. അമ്മാതിരി അവസ്ഥയാണ് കേട്ടോ. എനിക്കാണെങ്കിൽ ചൂട് പൊട്ട് സഹിക്കാൻ പറ്റുന്നില്ല. അപ്പം ഞാൻ കാണിച്ചു തരാട്ടെ എന്തൊക്കെയാണെന്ന്. ഇന്ന് ഉച്ചയ്ക്ക് അങ്ങനെ നല്ല ചെമ്മീൻ പുളിയൊക്കെ ഇട്ട് ചാളക്കറിയും ചാള വറുത്തതും ഉണ്ടായിരുന്നു. ഇതൊന്നും ഞാൻ ഉണ്ടാക്കിയതല്ല കേട്ടോ. അമ്മ കൊടുത്തയച്ചാണ്. വറുക്കാൻ മുളകൊക്കെ പറിച്ച് കൊടുത്തയച്ചാണ് കേട്ടോ. വൈകുന്നേരം പോയിട്ട് ഇനിയിപ്പോൾ സുക്രുവിനെ കൊണ്ടുവരണം. വെയിൽ കാറി ചൂടൊക്കെ മാറിയിട്ട് പോകുള്ളൂ കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചൂടത്ത് പോകാനായിട്ട് പറ്റൂല. ഇപ്പോൾ ഉള്ളൊരു ഉപകാരം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തുമ്പിക്കുട്ടി ഇപ്പോൾ ഫ്രണ്ടിൽ നിൽക്കും, വണ്ടിയുടെ ഫ്രണ്ടിൽ നിൽക്കും. അതുകൊണ്ട് എനിക്ക് ഒരുപാട് കാശും ലാഭമാണ്, അതേപോലെ തന്നെ സമയവും ലാഭമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ തുമ്പിക്കുട്ടി ഈ വണ്ടിയിൽ നിൽക്കാത്ത സാഹചര്യത്തിൽ ഞാൻ ഓട്ടോറിക്ഷ വിളിക്കേണ്ടി വരും വീട്ടിലേക്ക് പോകാനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട്. അപ്പം അതുകൊണ്ട് തന്നെ എന്താണ് ഇപ്പം വളരെയധികം ലാഭമാണ് കേട്ടോ. തുമ്പിനെയും കൊണ്ടിട്ട് പോകണം. തുമ്പി ഫ്രണ്ടിൽ ഇരുന്നോളും, സുക്രു ബാക്കിൽ ഇരുന്നോളൂ കേട്ടോ. പണ്ടെന്ന് പറയുന്നത് സുക്രു ബാക്കിലിരിക്കില്ല, ഫ്രണ്ടിൽ മാത്രമേ ഇരിക്കുള്ളായിരുന്നു. ഇപ്പം എന്ന് പറയണത് ബാക്കിലിരിക്കും, തുമ്പിക്കുട്ടി ഫ്രണ്ടിലിരിക്കും കേട്ടോ. അങ്ങനെ തുമ്പിക്ക് സെപ്പറേറ്റ് ആയിട്ട് ഞാൻ ഫുഡ് എടുക്കുന്നില്ല. എൻ്റെ കൂടെ അങ്ങോട്ട് കഴിക്കാന്ന് വെച്ചാൽ സുക്രുവിനാണെങ്കിൽ സെപ്പറേറ്റ് എടുക്കേണ്ടി വരും. കാരണം സുക്രു എരിവും പുളിയൊന്നും തിന്നില്ല. തുമ്പി അങ്ങനെയല്ല. തുമ്പി നല്ല എരിവും നല്ല പുളിയൊക്കെ തിന്നും. അങ്ങനെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ഉത്സവമായിട്ട് എനിക്ക് ആ ഹാങ് ഓവർ മാറിയിട്ടില്ല. എന്താണ് ചെയ്യേണ്ടതെന്നൊരു പിടുത്തില്ല. ആ ഒരു ഹാങ് ഓവർ മാറിയാലല്ലേ നമുക്ക് എല്ലാതും പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഈ ചൂട് കാരണമാണെങ്കിൽ എനിക്ക് ഒട്ടും ഒരു സുഖമില്ല. എനിക്ക് മാത്രമാണ് അങ്ങനെ ഒന്ന് കമൻറ്റ് ചെയ്യണം. നിങ്ങൾക്ക് എങ്ങനെയുണ്ട് ചൂടെന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഞാൻ കുളിച്ചിട്ടുണ്ട് തോന്നുന്നുണ്ട് ഗൈസ്. ഞാൻ കുളിച്ചിട്ടുണ്ട്. കണ്ണും പൊട്ടൊന്നും എഴുതിയിട്ടില്ല. ഈ ചൂടത്ത് എന്ത് എന്ത് പൊട്ട്. പിന്നെ വീട്ടിനുള്ളിൽ ഇരിക്കണം. എനിക്ക് എന്തിന് പൊട്ടെന്ന് പറയണ പോലെയാണ്. ഞാൻ മ്യൂട്ട് ചെയ്തിട്ട് തുമ്പി ഇരുന്ന് കാണു നോക്കിയാൽ തുമ്പിക്ക് മ്യൂട്ട് ചെയ്താൽ കാത്തു കണ്ടാൽ മതി. അങ്ങനെ കാത്തു ഞാനതൊന്ന് ശബ്ദമാക്കി വെച്ച് കൊടുക്കട്ടെ കേട്ടോ. അല്ലെങ്കിൽ കൊച്ചിൻ്റെ പ്രാക്ക് കിട്ടും. ഞങ്ങൾ എന്നിട്ട് വേഗം പോയിട്ട് ചോറൊക്കെ തിന്നിട്ട് വരാം. ഇതൊക്കെ ഇൻക്ലൂഡ് ആയിട്ടുള്ള ഒരു കുഞ്ഞു വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും കാണാൻ. കണ്ടിട്ട് ഇഷ്ടമായി എല്ലാവരും എന്ത് ചെയ്യുക? ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ കുട്ടികളെ. ഓക്കെ. എക്സ്ട്രാ ആയിട്ടൊരു മുട്ട ബുൾസയൊക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് വയറുവേദനയായിരുന്നു കേട്ടോ. 2-3 ദിവസമായിട്ട്, അല്ലെങ്കിൽ ഒരു ദിവസമൊക്കെ ഉണ്ടാവാറുള്ളൂ വയറുവേദന. ഇപ്പോൾ 2-3 ദിവസമായിട്ട് വയറുവേദന ഭയങ്കര കഠിനം, അല്ലെങ്കിലും ഒരു സുഖമില്ലാത്ത രീതിയിലൊക്കെ വയറുവേദനയായിരുന്നു. അപ്പം അതുകൊണ്ട് ശബരിയുടെ അമ്മ കറിയൊക്കെ കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കാരണം വലിയ ഉപകാരമായി. അത് 2 ദിവസമായിട്ട് ഞാൻ ചൂടാക്കി തിന്നുകൊണ്ടിരിക്കുന്നു. പിന്നെ സൂചിച്ചാടിനോട് പുറത്തുനിന്ന് കഴിച്ചോളാൻ പറഞ്ഞു കേട്ടോ. അങ്ങനെ വയ്യാണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ അധികം ഫുഡൊന്നും ഉണ്ടാക്കാറില്ല. അങ്ങനെ എന്ത് ചെയ്തു. പിന്നെ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ആവശ്യം എന്ന് പറയുന്നത് തണുത്ത വെള്ളമാണ് കേട്ടോ. അത് തൊണ്ടവേദന വന്നാലും കുഴപ്പമില്ല, തണുത്ത വെള്ളം കുടിച്ചാൽ മതി എന്നുള്ളൊരു കണ്ടീഷനാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ചൂടല്ലേ. അപ്പോൾ എന്നിട്ടാണ് ഒരു വലിയ കലമൊന്നും പോരെ ഇപ്പോൾ ശരിക്കും വെള്ളം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. തീരുമ്പോൾ കുപ്പിയിലോട്ട് നിറച്ച് വയ്ക്കുകയാണ്. മറ്റേ വലിയ കുപ്പികൾ എവിടെയാണാവും. 2 പേരും കൂടെ കട്ടിലിൻ്റെ അടിയിലൊക്കെ കൊണ്ടിടും. അപ്പോൾ അതൊന്നും തപ്പാനുള്ള നേരില്ലാത്തതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഉള്ള കുപ്പിയിലൊക്കെ എടുത്തു വെച്ചു. പിന്നെ ഉള്ളതിലൊക്കെ ഇങ്ങനെ തണുത്ത വെള്ളമൊക്കെ ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ എന്തുട്ടാ
ചോറൊക്കെ തിന്നതിന് ശേഷം പിന്നെ അതേ സുചേട്ടൻ ഇന്നലെ ഐസ്ക്രീം മേടിച്ചു വന്നിട്ടുണ്ടായിരുന്നു, ചോക്കോ ബാർ. അത് ഫ്രിഡ്ജിലുണ്ടായിരുന്നു കേട്ടോ. സുക്രു ഇല്ലാത്തതുകൊണ്ട് പിന്നെ ഞങ്ങൾ അത് എടുത്തിട്ടുണ്ടായിരുന്നില്ല, അതിങ്ങനെ ഫ്രീസറിൽ ഇരിക്കുകയായിരുന്നു. അങ്ങനെ അതിന് ശേഷം വൈകുന്നേരം കുറച്ച് നേരം കിടന്നതിന് ശേഷം സുക്രുവിനെ കൊണ്ടുവരാനായിട്ട് ഞാനും തുമ്പിമോൾ ഇറങ്ങാൻ പോവാണേ. അപ്പോൾ തുമ്പിമോൾ ഒരിക്കലൊക്കെ നിർത്തിയപ്പോൾ അവൾ ബോളും കൊണ്ട് ഇങ്ങനെ കളിക്കുകയാണ്. അപ്പോൾ ഞാൻ വീഡിയോ എടുത്താണ് കേട്ടോ. ഹലോ, പിന്നെ ഞാൻ അനപ്പുറേക്ക് പോവാണ് കേട്ടോ സുക്രുവിനെ കൊണ്ടുവരാനായിട്ട്. അപ്പോൾ പോയിട്ട് അവിടുത്തെ വിശേഷങ്ങൾ കാണാം. വെയിലൊക്കെ മാറി നല്ല കാലാവസ്ഥയായിട്ടുണ്ട്. ഇത്തിരി ചൂടൊക്കെ കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇട്ട പൗഡർ ഇത്തിരി കൂടിപ്പോയി തോന്നുന്നുണ്ട്. ഇവിടെ എന്തോ ലൈറ്റൊക്കെ ഓണായി കിടക്കുകയാണ്. ഇത് ഏത് സ്വിച്ചാണെന്നാവും. ഫ്രണ്ടിലത്തെ ലൈറ്റ് ഓണായി കിടക്കുകയാണ്. തുമ്പി അമ്മ വരട്ടെ. ഇതേതാണ് ഈ സ്വിച്ച്? ഇതേതാണ് ഈ സ്വിച്ചപ്പാ? അപ്പോൾ പോയിട്ട് കാണാം. വീട്ടിൽ ചെന്ന് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ശബരി മസാല ദോശ മേടിച്ചു വന്നിട്ടുണ്ടായിരുന്നു. അന്ന് അത് കഴിച്ചേക്കാന്ന് കരുതി അത് കഴിക്കണം കേട്ടോ. അപ്പോൾ അമ്മമ്മയും പിള്ളേരും കൂടെ ഭയങ്കര കളിയിലാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാനിത് കഴിക്കുകയാണെങ്കിൽ അത്യാവശ്യം വിശപ്പ് വന്നിട്ട് ഏകദേശം 6 മണി 6:15 ആയിട്ടുണ്ട്. ഇത് തിന്നിട്ട് വേഗം തന്നെ വീട്ടിലോട്ട് പോകണം കേട്ടോ. കാരണം ഇരുട്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല തിരക്ക് വരും റോട്ടിൽ. 2 പേരും കൊണ്ട് പോവല്ലേ. അപ്പം അമ്മ പറയുന്നുണ്ട് സുക്രു എന്നാൽ ഇവിടെ തന്നെ നിൽക്കട്ടെ, നാളെ അല്ലെങ്കിൽ സുധിനോട് വരാൻ പറ, അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട് കേട്ടോ അമ്മ. അപ്പോൾ ഞാൻ പറഞ്ഞു ഇനിയിപ്പോൾ സൂചിയേട്ടൻ വരണ്ടേ എന്നൊക്കെ കരുതിക്കൊണ്ട് ഞാൻ എന്ത് ചെയ്തു എന്നാൽ 2 പേരും കൂടെ കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു. കാരണം ഇന്നലെ സുക്രുവില്ലാത്തതുകൊണ്ട് എനിക്കൊരു സുഖം ഉണ്ടായിരുന്നില്ല. ഉണ്ടാവുമ്പോൾ അറിയില്ല, ഇല്ലാണ്ടാവുമ്പോഴാണ് നമുക്ക് ഭയങ്കരമായിട്ട് മിസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ തന്നെ കൊണ്ടുവരാമെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ സൂചിയേട്ടൻ കടയിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവന്നേനെ. ഇത് മസാല ദോശ രക്ഷയില്ല. കൈലാസത്തിലെ മസാല ദോശ ആയിരുന്നു കേട്ടോ. നമ്മുടെ തിരുവഞ്ചിക്കുളത്ത് അടുത്തുള്ള നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു. വിശക്കണുണ്ടാണെന്ന് അറിയില്ല, നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ. അപ്പോൾ അതെടുത്ത് നല്ലോണം ഭക്ഷണമൊക്കെ കഴിച്ചു. അതിൻ്റെ ഇടയ്ക്ക് അമ്മനായിട്ട് എന്തൊക്കെയൊക്കെ വർത്താനമൊക്കെ പറയുന്നുണ്ട്. തുമ്പിയും സുക്രുവും കൂടെ. പിന്നെ സുക്രുവിന് ഇന്നിവിടെ നിൽക്കണമെന്നില്ല കേട്ടോ. കാരണം ഇന്നലെ നിന്നുകൊണ്ട് സുക്രുവിന് ഇന്ന് എൻ്റെ കൂടെ അപ്പം തന്നെ പോരണം. അങ്ങനെ എന്ത് ചെയ്തു, അതൊക്കെ കഴിഞ്ഞിട്ട് ഞാനതേ പുല്ലൂറ്റ് ഒന്ന് കടയിൽ കയറി. പഴമൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ പഴമൊക്കെ മേടിക്കാനായിട്ട് കയറി. അപ്പോൾ ഞാൻ 2 ആപ്പിൾ മേടിച്ചു കേട്ടോ. മേടിച്ച ആപ്പിളും എൻ്റെ നിർഭാഗ്യവശാൽ 2ഉം കേടായിരുന്നു കേട്ടോ. പിന്നെ ആ കടക്കാരനെ പറഞ്ഞിട്ട് കാര്യമില്ല, അവർക്ക് അറിയില്ലല്ലോ എൻ്റെ ഉള്ളിൽ കേടുണ്ടെന്ന്. അതൊക്കെ മേടിച്ചിട്ട് വീട്ടിലോട്ട് പോയിട്ടോ. ഹലോ, അപ്പോൾ വീട്ടിലൊക്കെ വന്നിട്ട് 2 പിള്ളേർക്കും ഭക്ഷണം കൊടുത്തു കേട്ടോ. സുക്രുവിന് ചോക്കോസും പാലും കൂടിയാണ് കൊടുത്തത്. അവൻ ഓൾറെഡി വീട്ടിൽ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണ് കേട്ടോ വന്നത്. അപ്പോൾ ചോക്കോസ് മതി എന്ന് പറഞ്ഞു. അപ്പോൾ അത് സുക്രു കഴിക്കുന്നുണ്ട്. പിന്നെ തുമ്പിക്ക് ചോറ് കൊടുക്കണ്ടെന്ന് വിചാരിച്ചു. കാരണം രാവിലെ കഞ്ഞി കൊടുത്തു, പിന്നെ ഉച്ചയ്ക്കും ചോറ് കൊടുത്തു. അപ്പോൾ വൈകുന്നേരം പഴവും പിന്നെ കുറച്ച് നട്ട്സ് കാര്യങ്ങൾ ഇട്ടിട്ട് അടിച്ചിട്ടാണ് കേട്ടോ കൊടുത്തത്. ഞാനിങ്ങനെ പുറത്ത് വന്നിരിക്കുകയാണ് കേട്ടോ. ഉള്ളിൽ നിൽക്കാൻ പറ്റുന്നില്ല. അവർ 2 പേരും കാർട്ടൂൺ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഉള്ളിൽ ഭയങ്കര ചൂടാണ്. അപ്പോൾ ഞാനിങ്ങനെ പുറത്ത് വന്ന് ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ ചൂടായതുകൊണ്ടാണെന്നറിയില്ല, ഭയങ്കര തലവേദനയും കാര്യങ്ങളുമാണ്. ഈ ഒരു സമയത്തൊക്കെ തുമ്പിനെ ഗർഭിണിയായിരിക്കുന്ന സമയമാണ് കേട്ടോ. 2 വർഷമൊക്കെ മുന്നേ, 2 വർഷം മുന്നേ, 1.5 വർഷം മുന്നേ. അപ്പോൾ ഞാൻ ആലോചിക്കുമായിരുന്നു ഗർഭിണിയായ സമയത്ത് ഞാൻ ഇത്ര ചൂട് എങ്ങനെ സഹിച്ചെന്ന്. പക്ഷേ എനിക്ക് തോന്നുന്നു അന്നത്തേനേലും ചൂട് ഇപ്പം ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അങ്ങനെ ആകെ കൂടെ ശരീരം മൊത്തം തളർന്നൊരു അവസ്ഥയാണ്. ചൂടെടുത്തിട്ട് എനിക്കെന്തോ ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഫാനൊക്കെ ഇട്ടിരിക്കുകയാണ്. പുറത്താവുമ്പോൾ ഒത്തിരി തണവുണ്ട്. ഉള്ളിൽ തീരെ എത്ര ഫാൻ ഇട്ടെന്ന് പോലും അറിയാനില്ല കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ കുറച്ച് കാര്യങ്ങളെന്നൊക്കെ പറയുന്നത്. അതിൽ കൂടെ വണ്ടി പോകുന്നുണ്ട്. അതാണ് അപ്പോൾ ഇന്നത്തെ എൻ്റെ കുറച്ച് കാര്യങ്ങളാണ് ഞാനൊരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. എല്ലാവരും കണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ബായ്. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കും. പറയാനും കിട്ടുന്നില്ല. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഊർജ്ജസ്വലമായ വീഡിയോകൾക്ക് വേണ്ടി കാത്തിരിക്കുക. ഊർജ്ജസ്വലം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് കുറച്ച് ദിവസമായിട്ട് ഈ വക ചത്ത മട്ടാണ് ഗൈസ്. ഒരു സുഖമില്ലാത്തൊരു അന്തരീക്ഷത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ ഒരു സുഖമില്ല. അപ്പോൾ എല്ലാം സെറ്റാക്കി എടുക്കണം. അങ്ങനെ അപ്പോൾ അത്രേ ഉള്ളൂ. നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവർക്ക് എല്ലാവർക്കും ടാറ്റ ബൈ ബൈ, സീ യു.